ഭാഗ്യവാരോ. കുംഭരാശി അവിട്ട ഒടുവിൽ 30 നാഴികയും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 45 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്ന കുംഭരാശിക്കാരിൽ ഈ വിഷു മുതൽ അടുത്ത 2026 ഏപ്രിൽ മാസം 14 തീയതി വരെ വിഷു ഫലം വരെ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് മുൻപന്തിയിൽ നിന്നിരുന്നവർക്ക് കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സമാന്തരമായി പഠിത്തവും മാർഗമുള്ളവർ നമ്മെ കവച്ചു വച്ച് മുന്നോട്ട് വരുന്ന കണ്ടിട്ട് ഒരു ഭയാശങ്കകൾ, എനിക്കിനി 1-ാം സ്ഥാനം നഷ്ടപ്പെടുമോ, എൻ്റെ അവസരം കുറയുമോ, എൻ്റെ മാർക്കുകൾ കുറയുമോ, ഞാൻ ഈ കോളേജിൽ ഈ സ്കൂളിൽ അല്ലെ ബിരുദത്തിൽ പുറകോട്ടാകുമോ എന്നുള്ള ഭയാശങ്കകൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവസരങ്ങൾ നിഷേധിക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പൂർണ്ണമായ ഊർജ്ജസ്വലതയോടെ ആര് മുന്നോട്ട് മാർക്ക് കൂടുതൽ വാങ്ങിപ്പോയിരുന്നാലും ശരി, എൻ്റെ മാർക്ക് കുറയരുത് എന്നുള്ള നിലയിൽ പഠനത്തിൽ കൂടുതൽ ഉത്സാഹിക്കണം. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഉദ്യോഗാർത്ഥികൾക്ക് തൃപ്തികരമായ അവസരങ്ങളൊക്കെ വരുന്നു എങ്കിലും ആ ജോലി നിലനിർത്താനായി പാടുപെടേണ്ടി വരും. ഓവർ ഡ്യൂട്ടികൾ വരികയും പ്രതിഫലം കുറയുകയും ദൂരദേശത്ത് ജോലി കിട്ടുകയും ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. കഠിനമായിട്ടുള്ള അധ്വാനം വേണ്ടി വരും. അതുപോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. മനസ്സിനെപ്പോഴും ഒരു ഭയാശങ്കകൾ ഉണ്ടാകുക, ഓവർ ഡ്യൂട്ടികൾ, അതുപോലെ തന്നെ വരുമാനക്കുറവുകൾ ഇതൊക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. സർവീസിൽ ഇരിക്കുന്ന മേഖലയിൽ ഇരിക്കുന്നവർക്ക് അവരവരുടെ കഴിവുകൾ ഉണ്ട് എങ്കിലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലങ്ങൾ വരാതിരിക്കുകയും അതിൽ വലിയ ആശങ്കകൾ വരികയും ശത്രുക്കൾ എല്ലാ മേഖലകളിലും ഈ രാശിയിൽപ്പെട്ടവർക്ക് മേൽ പറക്കാൻ ഉദ്ദേശിക്കുകയോ പറക്കുകയോ പറന്നു കാണിക്കുകയോ ചെയ്യും. ഗവൺമെൻറ് ജോലിക്കാർ, പ്രൈവറ്റ് ജോലിക്കാർ, കലാരാഷ്ട്രീയ രംഗത്തുള്ളവർ, മതമേധാവികൾ, ട്രേഡ് യൂണിയൻ, സമസ്ത മേഖലകളിൽ ഇരിക്കുന്നവർക്കും അവരവർക്ക് മേലോട്ട് ഏതെങ്കിലും ഗുപ്തശത്രുക്കളോ ഒളിയമ്പുകളോ മുന്നോട്ട് പോയി ഇവരെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ ഒന്നും ഒരു പരിശ്രമങ്ങൾ ഈ വിഷു മുതൽ ഉണ്ടാവും. അവയെല്ലാം കരുതിയിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം, സഹനശക്തി വേണം. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ശത്രുവർദ്ധനവുകൾ, അതുപോലെ തന്നെ ഉയരാൻ വീണ്ടും പല അവസരങ്ങൾ പല കോണുകളിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് വരുന്നെങ്കിലും അവയെല്ലാം ശത്രുക്കൾ പതിയിരിക്കുന്നു. അവയിലെല്ലാം പൊട്ടുന്ന എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് എന്ന് കരുതണം. പ്രത്യേകിച്ച് രാഹുകേതുക്കൾ ലഗ്നത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ആരോഗ്യപരവും രക്തസമ്മർദ്ദവും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും കൂടുതലുണ്ടാവുന്നതാണ്. അത് കുടുംബസ്ഥർ കൂടുതലായി ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം ഉണ്ടാവുക, രക്തത്തിൽ അണുക്കൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തളർച്ച വെയിൻസിനൊക്കെ ഉണ്ടാകുക, അതുപോലെ തന്നെ നടന്നു വന്നിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ സ്തംഭനാവസ്ഥകൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടാവുകയും ഉറക്കക്ഷീണം, സമയത്ത് ആഹാരം കഴിക്കാൻ വയ്യാത്ത അവസ്ഥ, മരുന്ന് കഴിക്കാൻ വയ്യാത്ത അവസ്ഥ, കുടുംബത്തിൽ അശാന്തി, മക്കളുടെ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലുമൊക്കെ കുടുംബസ്ഥർക്ക് പ്രതിസന്ധിയും പ്രയാസവും, സദാസമയങ്ങളിലും ഒരു കലഹമോ ഒരു രോഗമോ ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ തൊഴിൽ മാന്ദ്യമോ എപ്പോഴും അയവിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലവും. എന്നാൽ അടുത്ത വലിയ കാലപ്പഴക്കമില്ലാതെ തന്നെ ഈ വക മേഖലകളെല്ലാം മാറിക്കിട്ടും എന്ന സൂചനകൾ, നല്ല ഉദയങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹം മുതലായത് നടക്കും. പക്ഷേ പ്രതീക്ഷിച്ച അത്ര തന്നെയുള്ള പ്രൗഢിയോടെ നടത്താൻ സാഹചര്യമില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗവും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും സംഭ്രമവും, കല രാഷ്ട്രീയ മത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശത്രുവർദ്ധനവും, നമ്മേക്കാൾ ഉയർന്ന മേഖലയിലേക്ക് കീഴ്ഘടകങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായി കൂടുതൽ 95% ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് രക്തദോഷങ്ങൾ വരികയും തളർച്ച മുതലായത്, അതുപോലെ തന്നെ വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരികയും ചെയ്യുന്ന കാലമാണ്. കൂടുതൽ നല്ല വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടറുടെ പരിചരണം കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ അനിഴം തൃക്കേട്ട വരുന്ന നക്ഷത്രങ്ങൾ കൂടുതലായി
ശ്രദ്ധിക്കുക. കൊടുക്കൽ വാങ്ങലുകൾ, എഗ്രിമെൻ്റ്, തീർത്ഥയാത്ര, ഉല്ലാസയാത്ര, കഠിനയാത്ര, എഗ്രിമെൻറ്റുകൾ, അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ഒരു പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പോഴൊക്കെ ഈ നക്ഷത്രങ്ങൾ ഈ വർഷം ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് നന്നായിരിക്കും. അതുപോലെ മൂലം, പൂരാട, ഉത്രാടം വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക പുഷ്ടി, അഭിവൃദ്ധി, ഐശ്വര്യം, യാത്രകൾ കൂടുതലായിട്ട് വേണ്ടി വരും. പുതിയ എഗ്രിമെൻറ്റുകളിൽ കൈവെക്കും. പുതിയ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്താൽ ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നത്. എന്നാൽ വസ്തുവോ വീടോ വാഹനം ഇത്യാദികളുമായി ബന്ധപ്പെട്ട് അത് ഡെവലപ്പ് ചെയ്യാനോ കടബാധ്യതകൾ തീർക്കാനോ ഉത്സാഹിക്കുന്നവർക്ക് കുറേയധികം കടബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങൾ വരും. പ്രതീക്ഷിച്ച മേഖലയിൽ നിന്ന് ഒക്കെ ധനം വരാൻ ബുദ്ധിമുട്ടും അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്ന് കടം നികത്താനുള്ള ഒരു ഭാഗ്യവും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. കൂടുതലായിട്ടും വ്യാഴാഴ്ച ദിവസവും അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളും സർപ്പപ്രീതി വരുത്തുക. ഗണപതി ഹോമം, ഭഗവത്സേവ മുതലായത് ചെയ്യുക. അതുപോലെ സാധുക്കൾക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അന്നദാനം, വസ്ത്രം, മരുന്ന് ഇപ്രകാരമൊക്കെ ചെയ്തു വന്നാൽ രാഹുകേതുക്കൾക്ക് ദോഷങ്ങൾ മാറും. മുജ്ജന്മപരമായിട്ടുള്ള സർപ്പപ്രീതി വരാം. സർപ്പദോഷങ്ങൾ മാറി ശാരീരിക ക്ഷീണങ്ങളൊക്കെ മാറും. വെള്ളിയാഴ്ച ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ അന്നദാനം ചെയ്യുക, വസ്ത്രദാനം, ഔഷധം ദാനം, അതുപോലെ സംഭാഷണം, നല്ല വാഗ്ദാനങ്ങൾ കൊടുക്കുക. നിവൃത്തികെട്ടവർക്ക് ഏതെങ്കിലും നല്ല മാർഗങ്ങൾ ഉപദേശിക്കുക, വസ്ത്രം കൊടുക്കുക. ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വെള്ളിയാഴ്ച തോറും ചെയ്യുകയും അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ രാശിക്കാർക്ക് ഈ വർഷം, ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഉള്ള ഭയാശങ്കകൾ, ആരോഗ്യം, സാമ്പത്തികം, കുടുംബം, ഭരണം ഇത്യാദി മേഖലയിൽ തുടങ്ങിയിരിക്കുന്ന ആ ഭയാശങ്കകൾക്ക് ശമനം വരികയും മഴയത്ത് കുട പോലെ എല്ലാ സംരക്ഷണവും വന്നു ചേരുന്നതാണ്. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട ഈ കുംഭരാശിയിൽപ്പെട്ട എല്ലാവിധ സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല, എല്ലാ രാഷ്ട്രീയ മത വിഭാഗ ഭേദമന്യേ എല്ലാ സഹോദരന്മാർക്കും എല്ലാവിധ നന്മകളും ദോഷങ്ങളെയൊക്കെ കണ്ടറിഞ്ഞ് അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ